റിലാക്സ് ആയിട്ടാ ഞാനിന്ന് രാവിലെ കിച്ചണിൽ കയറുന്ന കേട്ടോ. ചൂട് കൂടുതൽ കാരണം ഇവിടെ ഗവൺമെന്റ് സമ്മർ വെക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ അങ്കുവിന്റെ സമ്മർ വെക്കേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ വന്ന് പാലൊക്കെ കാച്ചി എനിക്കും രാക്കയ്ക്കുള്ള ചായ ഇടുകയാണ്. അങ്കുവിന് ബാഡ്മിന്റൺ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടെന്ന് സാറ് പറഞ്ഞു, കാരണം സ്കൂൾ അവധിയാണല്ലോ. അവന്റെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ 2 പീസ് ബ്രൗൺ ബ്രെഡ് എടുത്തു വെച്ചിട്ട് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പീസിൽ നന്നായിട്ട് മയണൈസ് തേച്ച് കൊടുത്തു, മറ്റേ പീസിൽ ഞാൻ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് മയണൈസിന്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 പീസും കൂടെ അടച്ചൊന്ന് പ്രസ് ചെയ്യാം. ഇനി ഇത് തവ ചൂടാക്കി നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ചൂട് കൂടുതൽ കാരണം സ്കൂൾ അടച്ചത്. 3 എക്സാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എക്സാം നടന്നുകൊണ്ടിരുന്നതാണ് അവന്, പീരിയോഡിക് ടെസ്റ്റ്. അത് 3 കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു. ഡേറ്റും കാര്യങ്ങളൊക്കെ തരും. അത് ഓൺലൈനായിട്ട് അവർ നടത്തത്തേ ഉള്ളെന്ന് അവരെ ക്ലാസ് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. കൂടെ ഒരു എഗ് ബുൾസയും കൂടെ ചെയ്ത് വെച്ചു. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. സത്യം പറഞ്ഞാൽ ഈ ചൂടത്ത് നമുക്ക് വിശപ്പേ തോന്നത്തില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. വെള്ളം നമ്മൾ കുടിച്ചു വയറ് നിറച്ച് ഇങ്ങനെ ഇരിക്കും. ഏത് സാഹചര്യവും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, ജീവിക്കണ്ടേ. നമുക്ക് എവിടെ ആണെങ്കിലും നമ്മൾക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. കുറച്ച് പാത്രം ഉണ്ടായിരുന്നത് പെട്ടെന്ന് അങ്ങ് കഴുകിയിട്ടു. ഒരു സമാധാനമാവുമല്ലോ. അങ്കുന് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ. ഞങ്ങൾ ചായ കുടിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അവന് കുറച്ച് പാലിൽ ബൂസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് ആറ്റി കൊടുക്കുന്നുണ്ട്. അവനത് കഴിഞ്ഞിട്ട് ബാഡ്മിൻ്റൺ ഇറങ്ങും. അതിനുശേഷം രാക്കയ്ക്ക് ഓഫീസിൽ പോകണം. ഒരു കുപ്പി വെള്ളം മസ്റ്റായിട്ട് കൂടെ കൊണ്ടുപോകണമെന്ന് സാറ് എപ്പോഴും അവനോടും കൂടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനോടും പറയും. അതെല്ലാം കുടിപ്പിച്ചിട്ട് അവരെ തിരിച്ച് സാറ് വീട്ടിലേക്ക് വിടത്തുള്ളൂ. കാരണം ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ. അവൻ തൊപ്പി എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ പെട്ടെന്ന് തൊപ്പി കൊണ്ട് കൊടുക്കുക. ഇരട്ടെ, അയ്യോ താഴെ പോയി, സോറി, കാറ്റിങ്ങോട്ടായിരുന്നു. അവന്റെ സ്മാർട്ട് വാച്ചും കെട്ടിയില്ല. പിന്നെ തിരിച്ചു വന്ന് അതും കെട്ടിക്കൊണ്ടാ പോകുന്നത്. താഴെ ഇടാൻ പറ്റത്തില്ലല്ലോ, പൊട്ടിപ്പോത്തില്ലേ. ഷൂസ് അവൻ കയ്യിൽ പിടിക്കുക. കാരണം നമ്മൾ ഈ ചെളിയൊക്കെ ചവിട്ടിയിട്ട് ആ കോട്ടിൽ പോകുമ്പോൾ ആ കോട്ട് കേടാവും. അതുകൊണ്ട് ഷൂസ് അവിടെ ചെന്നിട്ടേ എടുത്തുള്ളൂ. അവൻ ഇറങ്ങി. ഇനിയിപ്പോ രാക്കേക്ക് ഇറങ്ങണം. ഇത് പറഞ്ഞപ്പോഴാ തലേ ദിവസം ഉച്ചയ്ക്കാണ് ഇവരുടെ മാം വിളിച്ച് പറയുന്നത് ഇതുപോലെ സ്കൂൾ അടച്ചു, എക്സാം ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരമാണ് ഗവൺമെന്റ് സർക്കുലറൊക്കെ വന്നത്, സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന്. ആ സർക്കുലർ വന്നിട്ട് അങ്കുവിന്റെ ഒരു സന്തോഷ ഡാൻസ് ആണിത്. അത് ഞാൻ തലേദിവസം രാത്രിയിലത്തെ ആയത് കേട്ടോ. ഞങ്ങൾ ശരിക്കും ചിരിച്ചു മരിച്ചു അവന്റെ ആ ഡാൻസ് കണ്ടിട്ട്. രാക്കയും ഓഫീസിൽ നിന്ന് വന്നതേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ രാത്രി ഡിന്നർ ഒന്നും ഉണ്ടാക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ഹാപ്പി ആയിരുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ ഇനി എഴുന്നേക്കാൻ റെഡി ഒന്നും ആക്കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തുനിന്ന് നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഫുഡൊക്കെ നല്ല മെനു ആയിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി. അങ്കു തന്നെ ഇതെല്ലാം തുറന്ന് അവന്റെ സന്തോഷമാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടക്കറി വാങ്ങിയിട്ടുണ്ട്, ചിക്കൻ്റെ ഒരു കറി വാങ്ങിയിട്ടുണ്ട്, പറാട്ട വാങ്ങിയിട്ടുണ്ട്, മിക്സ് വെജ് പറാട്ട, കൂടെ ഉള്ള തൈരാത്, പിന്നെ റൊട്ടിയും. ഇതായിരുന്നു രാത്രിയിലെ വിശേഷം. അങ്ങനെ അങ്കു ബാഡ്മിന്റൺ പോയി കാണിച്ചല്ലോ. രാക്കേതേ വിളക്ക് കത്തിച്ചിട്ട് ഓഫീസിൽ പോയി ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് രാക്കെ ഓഫീസിൽ പോകുന്നത്. അത് മസ്റ്റായി, ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അപ്പോൾ അത് മുടങ്ങാതെ അത് ചെയ്തിട്ടേ പോകാറുള്ളൂ. രാക്കയും പോകാനായിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ ജോലികളൊക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ. മെല്ലെ മെല്ലെ തുടങ്ങണം. നമ്മുടെ വേപ്പിന്റെ പൂവൊക്കെ കഴിഞ്ഞപ്പോൾ കായായി കേട്ടോ. അതുകൊണ്ട് അലർജിയും കാര്യങ്ങളും ഒന്നും ഇപ്പം ഇല്ല, അതൊക്കെ നിന്നു. ഇപ്പം എന്തോ പച്ചക്കളറിലെ ഉണ്ട കായ അതിനകത്ത് പിടിച്ച് കിടക്കുന്നത്. കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെന്തായാലും അങ്ങ് കഴുകാനിട്ടു. അങ്കു ഇപ്പോൾ ഡ്രസ്സുകളും അങ്ങ് മാറ്റിക്കൊണ്ടേയിരിക്കും. ബാഡ്മിന്റണിന് പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവൻ ഓരോ ഡ്രസ്സുകൾ വന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 3 ജോഡിയെങ്കിലും മിനിമം അവൻ്റെ വരും. അപ്പോൾ എന്തായാലും തുണി കഴുകാൻ കാണും. പിന്നെ യൂണിഫോമും കൂടെ കുഴപ്പമുണ്ടായിരുന്നു തലേദിവസത്തേക്ക്. അതെന്തായാലും എല്ലാം ഒന്ന് കഴുകിയിടാം. അത് കഴുകാനിട്ടിട്ട് കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അങ്കു തിരിച്ച് ബാഡ്മിന്റൺ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് പാലിൽ ചോക്ലേറ്റ് സിറപ്പ്, ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പായിരുന്നു എൻ്റെ ഉള്ളത്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത പാല, ഒരുപാട് തണുത്തിട്ടില്ല. അതായത് ഐസൊന്നും അല്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല സുഖമുള്ളൊരു തണുപ്പാണ്. അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അങ്കുവിനൊരു ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. അവനൊരു റിഫ്രഷ്ഡ് ആവുമല്ലോ. അപ്പോൾ
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അങ്കു ട്യൂഷന് പോയി കേട്ടോ. കാരണം 3 എക്സാമും കൂടെ ഉണ്ട്, ഓൺലൈൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ട്യൂഷൻ എന്തായാലും അങ്ങ് വിട്ടു. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ പോയി. വീട് അങ്ങനെ ആകെ ഒഴിഞ്ഞു. ഞാൻ ഇന്ന് ലഞ്ചിന് നമ്മുടെ കേരളത്തിലൊന്നും വെക്കാത്ത ഒരു കറിയാട്ടോ, തനി നോർത്ത് ഇന്ത്യൻ. ഈ ചൂട് സമയത്ത് അവര് കഴിക്കുന്ന, ചൂട് സമയത്തൊന്നല്ല, ശരിക്കും ഒരു പക്ക നോർത്ത് ഇന്ത്യൻ കറിയാണ്. എന്താ വെച്ചാല് ദഹി ആലു. അത് നമ്മളൊന്നും കേട്ടുപോലും കാണത്തില്ല കേരളത്തില്. അപ്പൊ അതിനായിട്ട് കടായി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, റിഫൈൻഡ് ഓയിൽ, കുറച്ച് കടുക് പൊട്ടിച്ചു, കുറച്ച് ജീരകം പൊട്ടിച്ചു, ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കായപ്പൊടിയുടെ അത്രയും തന്നെ മല്ലിപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി കേട്ടോ, അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മുടെ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. എന്നെ റോസ്റ്റ് ചെയ്തൊരു പരുവം കിട്ടണം. എനിക്ക് ഈ രീതിയാണ് ഇഷ്ടം കേട്ടോ. ചിലർ പുഴുങ്ങി പൊടിച്ചിടും, അതിലും ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അതിലേക്ക് തൈര്, കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ മോരല്ല, ആ ഒരു ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, കുറച്ച് കുറുകിയിരിക്കുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ പെട്ടെന്ന് ഓഫ് ചെയ്യാം, പിന്നെ തിളപ്പിക്കരുത്, അത് പിരിഞ്ഞു പോകും. ആ ചൂടിൽ തൈര് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഒന്ന് നോക്കി ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് കസൂരി മെത്തി, തനി നോർത്ത് ഇന്ത്യൻ ആണല്ലോ, അപ്പോൾ കുറച്ച് കസൂരി മെത്തിയും കൂടി ഇട്ട് ഇളക്കി എടുത്തു. ഇതാണ് ദഹി ആലു, ഉരുളക്കിഴങ്ങും തൈരും കൂടെ ചേർത്തൊരു സംഭവമാണ്. ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പറാഠയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. പിന്നെ അല്ലാതെ കുറച്ച് പയറ് കറിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, അതും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. ഇത് ആദ്യം കുറച്ചങ്ങ് ഉണ്ടാക്കി വെച്ചു. പിന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ പാല് വേണമല്ലോ. അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്നു, പുള്ളിക്കാരിയും ക്ലീനിങ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ചൂട് കാരണമേ നല്ല പൊടിക്കാറ്റാ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു കാറ്റടിച്ചാൽ അത് പൊടിയും കൊണ്ട് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഡെയിലി തൂത്ത് തുടയ്ക്കേണ്ട ആവശ്യമുണ്ട്. തണുപ്പത്താകുമ്പോൾ ഇത്രയും തുടയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തണുപ്പ് കൂടുമ്പോൾ ഞാൻ 1-2 ഒക്കെ തുടച്ചാൽ മതി എന്ന് പറയും. പക്ഷെ ചൂടത്ത് ഡെയിലി തുടച്ചില്ലെങ്കിൽ മുഴുവൻ പൊടിയാണ് വീട്ടിൽ. മെയ്ഡ് പോയതിന് ശേഷം ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും ബീൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉള്ളത് നല്ല വെണ്ടയ്ക്ക കേട്ടോ. ബാക്കി കുറച്ച് ബീൻസും കൂടി ഇട്ടൊന്ന് മെഴുക്ക് വരട്ടാം. നമ്മുടെ ദഹി ആലുവിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, പയറൊരു നമ്മുടെ നാട്ടിലെ നാടൻ സ്റ്റൈലിൽ ഉടച്ച് കറിയും ദഹി വെണ്ടയ്ക്കയും ബീൻസും കൂടെ മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ വെണ്ടയ്ക്കയും ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ചിട്ട നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവർക്ക് സ്കൂൾ തുറന്നതിന് ശേഷമാണ് സമ്മർ വെക്കേഷൻ. ഏപ്രിലാണ് അങ്കുവിന് പുതിയ സെക്ഷൻ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത്. അത് നോർമലി മെയ് ലാസ്റ്റ് വരെ കാണേണ്ടതായിരുന്നു. ചൂട് കൂടിയത് കാരണമാണ് ഇപ്പോഴേ അടച്ചത്. ഒരു പീരിയോഡിക് ടെസ്റ്റ് പോലെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് 3 എണ്ണം ഇനി ഓൺലൈനായിട്ട് അത് നടത്തി കഴിഞ്ഞാൽ അതും അങ്ങ് ഒതുങ്ങും. പിന്നെ ശരിക്കും ജൂൺ 1 തീയതി മുതൽ 30 തീയതിയാണ് ഈ പ്രാവശ്യം സമ്മർ വെക്കേഷൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതെന്തായാലും നമുക്ക് കിട്ടും. ആ സമയത്ത് നാട്ടിൽ വരും ഞങ്ങള്. പക്ഷെ ഈ വെക്കേഷൻ എന്ന് പറഞ്ഞാലും കുറേ ഹോളിഡേ ഹോംവർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് വേണം സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർ ചെല്ലാൻ. നമുക്ക് അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, എന്ത് സുഖമായിരുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടേം എക്സാം കാണും. അതിനകത്ത് ഈ ഹോളിഡേ ഹോംവർക്കിൻ്റെ ഒക്കെ അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ചേർത്തുള്ള മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് പാടാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ, കഷ്ടം തോന്നും. ഞാൻ കുറച്ച് പയർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് അരച്ച് ആ അരപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിൻ്റെ പച്ച എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തിടാം. ചോറും വേവിച്ചിട്ടിട്ടുണ്ട്, വാർക്കണം. ഇനി നമ്മുടെ സോനാ മസൂരി റൈസാണ്. അപ്പോൾ പയറിന് പയർ ഉടച്ച് കറി നമ്മുടെ കഞ്ഞിക്കൊക്കെ വെക്കുന്ന കറി പോലെ തന്നെയാണ്. ശരിക്കും പയറൊക്കെ തണുപ്പാണല്ലോ ശരീരത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പയർ ഉടച്ച് കറി പോലെ വെച്ച് ചോറിൻ്റെ കൂടെ എന്തായാലും അത് കഴിക്കാമല്ലോ. പിന്നെ വെണ്ടയ്ക്കയും ബീൻസും അരിഞ്ഞ് വെച്ച് ആ മെഴുക്കുവരട്ടിയും കൂടെ പെട്ടെന്ന് ആക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മെഴുക്കുവരട്ടി എടുക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് ആകുമല്ലോ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ദഹി ആലു, വെണ്ടയ്ക്കയും ബീൻസും മെഴുക്കുവരട്ടി, പയറുടച്ച് കറി, ചോറ്. തുണി വിരിപ്പ് അങ്ങനെ കഴിഞ്ഞിട്ട് തുണി മടക്കൽ കിടപ്പുണ്ടായിരുന്നു. അത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്കു 2-3 ട്രിപ്പ് ഡ്രസ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് കഴിവ് ഇടുമ്പോൾ കുറെ എന്തായാലും നനച്ചിടാനും കാണും, മടക്കി വെക്കാനും കാണും. അവന് ബാഡ്മിന്റൺ പോകുന്നത് വേറെ, വീട്ടിൽ ഇടുന്നത് വേറെ, ട്യൂഷന് പോകുമ്പോൾ വേറെ,
അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് സ്ഥലങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല. പിന്നെ തണുപ്പത്ത് കുറച്ച് ഉണക്കിയെടുക്കാനൊക്കെ പാടാണ്, ചൂടത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതൊരാശ്വാസമാണ്. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടിട്ട് സന്തോഷമായിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞാൽ നമുക്കൊക്കെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ആ രീതിയിൽ സന്തോഷമായിട്ട് പോവാം. വൈകുന്നേരം ഇപ്പോൾ ഓരോ ഷെയ്ക്ക് അടിച്ച് കുടിക്കാറുണ്ട്. ചായ രാക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാറില്ല. ഞാൻ ഇടയ്ക്ക് 4 മണിയാകുമ്പോൾ ഒരു ചെറിയ ചായ ഇട്ട് കുടിക്കും കേട്ടോ. രാക്കെ വരുമ്പോൾ എന്തായാലും 7:30 കഴിയും. ആ സമയത്ത് പിന്നെ ചായ ഇട്ട് കുടിച്ചാൽ ചൂട് കൂടത്തല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ മാങ്ങയ്ക്കകത്ത് കുറച്ച് നമ്മുടെ റോസ് സിറപ്പ് ഗുലാബ് ജൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാംഗോ റോസ് മിൽക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഇതൊക്കെ. ശരിക്കും ചൂടത്താണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത്. മാത്രമല്ല കുറച്ച് വിശന്നിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചൂടാകുമ്പോൾ അധികം ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. ഡിന്നറിനായിട്ട് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു പാസ്ത ഉണ്ടാക്കാം. അതിന് എൽബോ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കറോണി പാസ്ത എന്നൊക്കെ പറയുന്നത് സൂചിയുടെയാണ്, നമ്മുടെ റവയുടെ പാസ്ത ആയിരിക്കുന്നത്, മൈദയല്ല. കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഉപ്പും എണ്ണയിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ പാസ്ത ഇട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കടായി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും വഴറ്റിയെടുക്കാം. പാസ്തയിൽ വെന്ത് കിട്ടിയല്ലോ, ഇനി അതിലേക്ക് നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെക്കണം, അപ്പോൾ ഒട്ടത്തില്ല. ഇനി നമ്മുടെ മസാലയ്ക്കായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പാസ്ത തട്ടിയിട്ട് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അടച്ച് വെക്കുന്നെങ്കിൽ വെക്കാം. അടച്ച് വെച്ച് ഞാനിപ്പോൾ അടച്ചൊന്നും വെക്കുന്നില്ല, കാരണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അതെ, നന്നായിട്ട് ഞാൻ തുറന്ന് വെച്ചാൽ ഇങ്ങനെ ചിക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലെ പാസ്ത റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ച് സ്പൈസി എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ കശ്മീരി ചില്ലിയാണ്, അപ്പോൾ ആ ഒരു കളറുണ്ട്. അങ്കുതേ 2ാമത്തെ ട്രിപ്പ് ബാഡ്മിൻ്റൺ വൈകുന്നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ കൊണ്ടിട്ടേക്കുവാ അവൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ. ഇനി അതൊക്കെ പറക്കി വെക്കണം, എനിക്ക് അവൻ്റെ പുറകെ നടക്കണം. ഈ പാസ്തയുടെ മണം കണ്ടപ്പോൾ അവന് ഭയങ്കര വിശപ്പ് വന്നു. സാധാരണ കുറച്ച് വാമപ്പ് ചെയ്ത് കുളിച്ചിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. ഇന്ന് ആ വാമപ്പ് ചെയ്യുന്ന ടൈമിൽ അവൻ ഭക്ഷണം കഴിക്കുക. എൻ്റെയും ഡാക്കയുടെയും പാസ്ത ബാക്കി ഇതേ ഉണ്ട്. ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങി വെച്ച് കൂടെ. അങ്കു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുളിച്ചിട്ട് അവൻ കിടന്നുറങ്ങും. ഞങ്ങൾക്ക് ഇതേ വെച്ചേക്കുവാ. ഡാക്കയും കൂടെ വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കും. പിന്നെ മുന്തിരിങ്ങ ജ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബ്ലാക്ക് റേസിൻസ്, അഫ്ഗാനി റേസിൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് വലുതായി ഇപ്രാവശ്യം കിട്ടിയത്. സാധാരണ നാടനാണ് വാങ്ങിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അഫ്ഗാനിയാണ് ഡാക്ക ഓർഡർ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ അത് രാവിലെ സോക്ക് ചെയ്തിട്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് 3 ഗ്ലാസ് ആക്കും. ഒരുപാട് മുന്തിരിങ്ങയൊക്കെ നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അത് ഡയബറ്റീസും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ ഒരു പിടി ഒന്ന് സോക്ക് ചെയ്താൽ മതി. 3 ഗ്ലാസ് ആക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒന്ന് അരിച്ച് 3 ഗ്ലാസ് ആയിട്ട് ഞങ്ങൾ കുടിക്കും. ദേ അരിച്ചെടുത്ത് 3 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണ് 3 ഗ്ലാസ് ആയിട്ട് കുടിക്കും. ഇത് അയൺ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും പ്രശ്നങ്ങളും അങ്ങനെ ഒന്നും നമുക്ക് വരത്തില്ല. വയറിന് നല്ല ആശ്വാസമുള്ളൊരു സംഭവമാണ് രാത്രി ഇത് കുടിച്ചിട്ട് കിടന്നാൽ. പിന്നെ തേച്ച തുണി ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് വെക്കണം. അത് 2-3 വട്ടം വെക്കാൻ വന്നപ്പോൾ എന്തൊക്കെയോ ജോലി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ അതും കൂടെ അതേ വെക്കുകയാണ്. രാക്കയുടെ യൂണിഫോംസ് ആണ് മെയിൻലി. അങ്ങനെ അതും വെച്ചു. അതിൻ്റെ തുണിയും മടക്കി എല്ലാം അതിൻ്റെതായ ഒരു കാര്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.